സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി പല വിഷയങ്ങളിലും സഹാനുഭൂതിയോടെയാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. തന്റെ ജീവിതം തന്നെ സന്ദേശമാക്കിയ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ജോർജ് മാരിയോ ബർഗോളി എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത്. റെയിൽവേ തൊഴിലാളിയായ മരിയോ ജോസ് ബർഗോളിയുടെയും മരിയോ സിവോറിയയുടെയും 5 മക്കളിൽ ഒരാളായി ജനനം. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മരിയോ ബർഗോളി 1969 ഡിസംബർ 13 ജെസ്യൂട്ട് വൈദികനായി. 1973 മുതൽ 79 വരെ അദ്ദേഹം അർജന്റീനൻ സഭയുടെ പ്രൊവിൻഷ്യലായിരുന്നു. 1980 സാൻ മിഗ്വൽ സെമിനാരി റെക്ടറായി. തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ സഹമെത്രാനായ അദ്ദേഹം 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. 2001 ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായി ചുമതലയേറ്റത്. വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയായുടെ വിവിധ ഭരണപദവികളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2005 അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി അദ്ദേഹം. 3 വർഷത്തിനു ശേഷം ഇതേ പദവിയിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിനുള്ള അംഗീകാരമായിരുന്നു. 2013 മാർപ്പാപ്പയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം. എളിമയോടെയുള്ള പെരുമാറ്റവും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഭീകരതയും അഭയാർത്ഥി പ്രശ്നം മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവുവരുത്തുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവഹിച്ചു. അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. ബാലപീഡനത്തിനെതിരെയും അതിശക്തമായ നിലപാടെടുത്തു. ലോകസമാധാനത്തിനായി നിലകൊണ്ട മാർപ്പാപ്പ ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അഭിലാഷം പൂർത്തിയാക്കാതെയാണ് നിത്യതയിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.